ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BharOSനെ പറ്റി. അതായത് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള നമ്മുടെ സ്മാർട്ട് ഫോൺസിൽ റൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് BharOS അല്ലെങ്കിൽ BharOS എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന IIT മദ്രാസിലെ കുറച്ച് സ്റ്റുഡൻസ് ചേർന്നിട്ടാണ്. അപ്പോൾ അവരുടെ ഒരു സ്റ്റാർട്ടപ്പ്, അതായത് IIT മദ്രാസ് ഇൻക്യുബേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പാണ് ഇത് ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. വളരെ റീസെൻ്റ് ആയിട്ടാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് എന്നുള്ളത്. അല്ല, ഇന്ത്യയിൽ 2007 ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബോസ് എന്നാണ് അതിൻ്റെ പേര്. അതായത് ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻസ് എന്നായിരുന്നു അതിൻ്റെ പേര്. ഇത് ഡെവലപ്പ് ചെയ്തത് CDAC എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു. അപ്പോൾ ഇവർ ഇത് ഫൗണ്ട് ചെയ്തു, ഇത് ഡെവലപ്പ് ചെയ്തു, ഇത് മാർക്കറ്റിലേക്ക് ഇറക്കി. പക്ഷേ പിന്നീട് അതിന് ഫണ്ടിങ്ങോ അല്ലെങ്കിൽ ഗവൺമെൻറ് സപ്പോർട്ടോ ഒന്നും കിട്ടിയതുമില്ല. അതേപോലെ ഇതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് കിട്ടുന്നില്ലായിരുന്നു. അതേപോലെ ഹാർഡ്വെയറുമായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്രോപ്പർ കസ്റ്റമർ സപ്പോർട്ടും കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് ഈ 2007 ലോഞ്ച് ചെയ്തിട്ടുള്ള ഈ ബോസ് എന്ന് പറയുന്ന OS നിർത്തലാക്കേണ്ടി വന്നു. പിന്നീട് ഇപ്പോഴാണ് ഒരു ഇന്ത്യയിൽ നിന്ന് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത്. അപ്പോൾ ഈ OSൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സെക്യൂരിറ്റിയിലാണ് കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ BharOS എന്ന് പറയുന്നത് ഇനിഷ്യലി ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഓർഗനൈസേഷൻസിനൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അതായത് ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ലൈക്ക് നമ്മുടെ ഇന്ത്യൻ ആർമി, എയർഫോഴ്സ് പോലുള്ള ഓർഗനൈസേഷൻസിലായിരിക്കും ഈ ഒരു OS സപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മൾ യൂസ് ചെയ്യുന്ന OS എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ബിൽഡ് OS അല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഫർമേഷൻ ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യയിലല്ല നിൽക്കുന്നത്, പുറത്തുള്ള രാജ്യങ്ങളിലേക്കും ഇൻഫർമേഷൻസ് ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഒരു ഇന്ത്യൻ OS വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫർമേഷൻസ് നമ്മുടെ ഇന്ത്യക്കുള്ളിൽ തന്നെ നിൽക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നീട് ഈ ഒരു OSൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള പ്രീ ബിൽഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് ഈ ഒരു OSൽ കാണാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങളൊരു പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങുന്ന സമയത്ത് അതിൽ ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻസ് മസ്റ്റ് ആയിരിക്കും. വേറെ ആപ്ലിക്കേഷൻസ് ഇല്ലെങ്കിൽ പോലും ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻസ് അതിലുണ്ടാവും. പക്ഷേ BharOS നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇതിൽ ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻസ് പോലും ഉണ്ടാവത്തില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തായാലും നമ്മൾ ഗൂഗിൾ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ടല്ലോ എന്ന്. അല്ല, ഗൂഗിളിനെ നിങ്ങൾ സ്മാർട്ട് ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ ബേസിക്കായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ആപ്ലിക്കേഷൻ ഉണ്ട്. ഗൂഗിൾ ക്രോം, യൂട്യൂബ്, അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവ്, Gmail. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് മിക്കവാറും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഗൂഗിൾ മാപ്സ് ഒക്കെ യൂസ് ചെയ്യും. എന്നാൽ ഗൂഗിളിലെ നിറച്ച ആപ്ലിക്കേഷൻസ് നിങ്ങളുടെ സ്മാർട്ട് ഫോൺസിലുണ്ട്. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യാത്ത ഒരുപാട് ആപ്ലിക്കേഷൻസ് അതിൽ കിടപ്പുണ്ട്. നിങ്ങളൊന്ന് തപ്പി നോക്കിയാൽ മതി, അതിനകത്ത് തന്നെ കിടപ്പുണ്ട് സാധനമൊക്കെ. അപ്പം ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ഇത് സ്പേസ് കൺസ്യൂം ചെയ്യും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ സ്പീഡിനെ ഇത് ബാധിക്കും. കാരണം ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് എത്ര കൂടുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ സ്പീഡ് കുറയും. ഒരു വെറൈറ്റി ആയിട്ടാണ് ഇവർ ചിന്തിരിക്കുന്നത്. ഇവരുടെ അതിൽ നമുക്ക് തീരുമാനിക്കുക ഏതൊക്കെ ആപ്ലിക്കേഷൻസ് വേണമെന്നുള്ള കാര്യം. അത് നല്ലൊരു തീരുമാനമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് ഗൂഗിളിനൊരു ഫൈനും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു BharOS മാത്രമല്ല, ഇനി അങ്ങോട്ട് പോകുമ്പോൾ ആൻഡ്രോയിഡിൽ നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു സെറ്റപ്പിലേക്ക്, അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു സെറ്റപ്പിലേക്ക് വരും. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർക്കൊരു ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു ആപ്പ് സ്റ്റോർ ഉണ്ട്. അപ്പോൾ ഈ ഒരു ആപ്പ് സ്റ്റോറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ആപ്പ് സ്റ്റോറിൽ വരുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ ഇവർ സെപ്പറേറ്റ് ആയിട്ട് സ്കാൻ ചെയ്തിട്ടായിരിക്കും ആപ്പ് സ്റ്റോറിൽ ഇടുന്നത്. അപ്പം നിങ്ങൾക്കൊരു തരത്തിലുള്ള ബഗ്ഗുകളോ അല്ലെന്നുണ്ടെങ്കിൽ വൈറസുകളോ ഒന്നും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ സ്മാർട്ട് ഫോൺസിലേക്ക് വരില്ല എന്നാണ് അവർ പറയുന്നത്. ഇപ്പം നിങ്ങൾക്കറിയാം, ഇപ്പം റീസെൻ്റ്ലി നമുക്ക് പ്ലേ സ്റ്റോറിൽ പോലും ബഗ്ഗുള്ള, അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോലും വൈറസ് ഉള്ള അല്ലെങ്കിൽ മാൽവേഴ്സ് ഉള്ള ആപ്ലിക്കേഷൻസ് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് അടിപൊളി ഒരു സംഭവമാണ് ഈ ഒരു BharOS എന്ന് പറയുന്നത്. അപ്പം ഇനി ഇതിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് നമുക്ക് തീർച്ചയായിട്ടും കണ്ടു തന്നെ അറിയേണ്ടതായിട്ടുണ്ട്. സപ്പോർട്ട് കിട്ടുമോ, ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കത് കണ്ടറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.